എന്ന് പറയുന്ന സംഭവം നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. നിങ്ങൾ ആലപ്പുഴ വന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വയനാടിൻ്റെ ഉൾവനങ്ങളിൽ നിന്നൊരു ആദിവാസി സഹോദരൻ വന്ന് സാക്ഷ്യം പറഞ്ഞു വിടാം. അദ്ദേഹത്തിൻ്റെ വിഷയം എന്താണ്? അരിവാൾ രോഗം, സോറിയാസിസാണ്. 7 കൊല്ലമായിട്ട് സോറിയാസിസാണ്. ഞാൻ സിംഗപ്പൂരിൽ പോകുന്നതിന് മുമ്പ് കേട്ട സാക്ഷ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് ആ സ്ഥലങ്ങളൊക്കെ അറിയാം. ഞാൻ വയനാട്ടിൽ ധ്യാനിപ്പിക്കാൻ പോയതാണ്. അപ്പോൾ എനിക്ക് കാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് വണ്ടി ആൾക്കാരുടെ കൂടെ കാട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ ഊരൊക്കെ പോയിട്ടുണ്ട്. ഞാനിവിടെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ അപ്പോൾ എനിക്കറിയാം ഈ സ്ഥലങ്ങളുടെ കിടപ്പൊക്കെ വശമൊക്കെ എനിക്കറിയാം. അപ്പോൾ ആ ഉൾവനങ്ങളിൽ നിന്ന് അവിടെ റോഡുമില്ല, ഒന്നുമില്ല, നടന്നു പോകണം. ചിലപ്പോൾ ഒറ്റടിപ്പാത, ചിലപ്പോൾ ഒരു തോട്, വരണ്ട തോട്, പിന്നെ ഒരു കുഞ്ഞു പാലം, നമ്മൾ ചവിട്ടി പിടിച്ചൊക്കെ നമ്മൾ പോകണം. അപ്പോൾ ആ ഉള്ളിൽ നിന്നൊരു മനുഷ്യൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് എന്താണ് പറഞ്ഞത്? ഞങ്ങൾ മന്ത്രങ്ങൾ ചെയ്തു, മരുന്നുകൾ ചെയ്തു, കർണാടകയിൽ പോയി സിദ്ധവൈദ്യനെ കണ്ടു, എന്നിട്ടും മാറിയില്ല. ഉടമ്പടി 7 വർഷമായിട്ട് മാറാത്ത രോഗം ഉടമ്പടി എടുത്തപ്പോൾ ഒറ്റ ആഴ്ച കൊണ്ട് ആ രോഗം മൊത്തം മാറി. സോറിയാസിസും അരിവാൾ രോഗവും. അപ്പോൾ ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം ഇങ്ങനെ നിലനിന്ന് ഭരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യം ഈ 15-16 ഗുരുതരമായ ഒരു വിഷയമാണ്. ആ 15-16 ഒന്നുകൂടി വായിച്ചേ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇതാണൊരു വിഷയം. കൽപ്പനകൾ പാലിക്കുക എന്ന് പറയുമ്പോഴും അതനുസരിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോഴും നിങ്ങൾ ഓർക്കും ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി, ഞങ്ങൾ ഉടമ്പടി എടുത്തെന്ന് പറയാം. അങ്ങനെ പറയരുതെന്നാണ് പറയണത്. പ്രശ്നമുള്ളവർ എന്ത് മാത്രം ഉണ്ട് ഇവിടെ? ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായി, ഞാൻ പ്രശ്നം മാറാൻ ഞങ്ങൾ ഉടമ്പടി എടുത്തെന്ന് പറയരുത്. മറിച്ച് എന്താണ്? ഉടമ്പടി എടുക്കാൻ ദൈവം എന്നെ ക്ഷണിച്ചു. കൈയ്യടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പം ഞാൻ ഓർക്കുകയെ ഞാൻ സിംഗപ്പൂരിൽ ചെന്നപ്പോൾ എല്ലാവരും ഉടമ്പടി എടുത്ത് പകുതിയോളം പേര് 100-600 പേര് ധ്യാനത്തിലുണ്ടായിരുന്നെങ്കിൽ 100-300 പേർ ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടി അവസാനം കാശ്യം കൊടുക്കണത് വിദേശ രാജ്യങ്ങളിലേക്ക് കാശ്യം കൊടുക്കുന്നത് ഞാൻ നേരിട്ടാണ് കൊടുക്കുന്നത്. കാരണം അവരെ പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ. നിങ്ങളെ ഇനി എപ്പോഴെങ്കിലും എനിക്ക് കാണാമല്ലോ. അപ്പോൾ അവിടെ ഞാൻ നേരിട്ട്, കാരണം അവരെ ഒരിക്കലും ചിലപ്പോൾ കാണത്തില്ല. അവരേതോ രാജ്യത്തുള്ള ആൾക്കാർ അവർ നാട്ടിൽ വന്നാൽ തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരവിടെ വെച്ച് തന്നെ കാശ്യം ഞാൻ കൊടുത്ത് ബ്ലെസ് ചെയ്യും. അപ്പോൾ ഞാൻ കാശ്യം ബ്ലെസ് ചെയ്തപ്പോൾ ഇങ്ങനെ ഉടമ്പടി എടുത്ത് എൻ്റെ അടുത്ത് വരുന്ന കാശ്യം ബ്ലെസ് ചെയ്യുന്ന കൊടുക്കുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഷീബ എന്നും പറഞ്ഞൊരു മോള്. ഞാൻ പറഞ്ഞു, ഇടി നീ കൃപാസനത്തിന് അടുത്ത താമസിച്ച് സിംഗപ്പൂർ ഒന്ന് ഉടമ്പടി എടുക്കണം. ഇവളെൻ്റെ ഇടവക്കാരത്തിയാണ്. ഞാൻ അപ്പുറത്തെ പള്ളി ഇരിപ്പുണ്ടായിരുന്നില്ല 6 കൊല്ലം. അപ്പോൾ അവിടെ ഇവർക്ക് ചായക്കടയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞാൻ പോയി വെഞ്ചരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, അന്ന് നീ നാട്ടിൽ ജീവിച്ച കാലത്തൂടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. ഇപ്പോൾ അവൾ സിംഗപ്പൂർ എത്തിയിട്ട് അവിടെ പോയി ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പം നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാർ ഇന്ന് പോലും പകുതിയോളം ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടില്ല. ഈ കൃപാസനം ഇത്രയും മൂക്കുമുട്ട കടന്നിട്ട് പോലും ഉടമ്പടി എടുക്കാൻ ചില ആൾക്കാരെ ഈശോ വിളിച്ചിട്ടില്ല. അതാണ് വിഷയം. ഈ ഘോരവനത്തിൽ കിടക്കുന്ന ആദിവാസിയെ കർത്താവ് വിളിച്ചുകൊണ്ട് വന്ന് സാക്ഷ്യം പറയിപ്പിച്ചു. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. മുട്ടനിക്കുക വാഗ്ദാന പേടകമേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥന
പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ട്രിങ് ട്രിങ്. ഹലോ, ഞാൻ നിന്റെ പിതാവിന്റെ ബാല്യകാല സുഹൃത്ത് സൂത്രക്കാരൻ മാമൻ. നമസ്കാരം മാമ. അദ്ദേഹത്തിൽ നിന്നൊരു 5000 രൂപ വാങ്ങിയിരുന്നു. ഇപ്പോഴത് നിനക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മോനെ. പക്ഷെ ബൈ മിസ്റ്റേക്ക് 50 പോയി. പേയ്മെന്റ് മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്തേ മോനെ. പിന്നെ ബാക്കിയുള്ള 45 എനിക്ക് റിട്ടേൺ ചെയ്തേക്ക്. നിങ്ങളുടെ മെസ്സേജ് പിന്നെ ആദ്യം എന്റെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യട്ടെ. ഞാൻ മണ്ടനല്ല. സബാഷ്. UPI പറയുന്നു ചെയ്യാത്ത പേയ്മെന്റിന്റെ മെസ്സേജ് അയച്ച് പണം തിരികെ ചോദിച്ചാൽ പറയൂ ഞാൻ മണ്ടനല്ലെന്ന്. ചെല്ലു, നിങ്ങളും ആരെയെങ്കിലും ടെസ്റ്റ് ചെയ്യൂ. നമുക്കെല്ലാവർക്കും കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ ദൈവാനുഭവങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ജീവകാലം
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ സ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ.